എല്ലാവർക്കും ഒറ്റയ്ക്കുള്ള ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അമ്മൂൻ്റെയൊക്കെ പോയി, ഒറ്റയ്ക്കായി. രാഹുലും പോയി. ഇപ്പോൾ എല്ലാവരും പോയി. രാഹുലിൻ്റെ ബെഡ് സ്പേസിലേക്ക് പോയി. അപ്പോൾ ഞാനിനി ബെഡ് സ്പേസിലേക്ക് മാറാൻ പോവാണ്. അപ്പോൾ എല്ലാം പാക്കിങ് കഴിഞ്ഞ് റൂം ഒഴിവാക്കാൻ പോകുന്നതിൻ്റെ അവസാന നിമിഷത്തിലാണ്. സത്യത്തിൽ ഭയങ്കര മനപ്രയാസമുണ്ട്. എല്ലാവരും കൂടി പോയപ്പോഴേ വീണ്ടും ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലേക്ക് വരില്ല. അപ്പം അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അപ്പോൾ ഇതാണ് പ്രവാസികളുടെ ലൈഫ്. ഇങ്ങനെയാണല്ലോ ഈ ദിവസവും കടന്നു പോകുന്ന പോലെ. സത്യത്തിൽ ഞാൻ ലക്കിയാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് തരത്തിലുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. മൊത്തത്തിൽ രണ്ട് തരം അവസ്ഥകൾ. ഇപ്പോൾ ക്യാമ്പിൽ ഇതുപോലെ മുന്നിൽ നിന്നിട്ടുള്ള കാരണം അപ്പോൾ അവിടെയുള്ള അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ, 8 ആളും 9 ആളും 10 ആളൊക്കെ ഉള്ള ഒരു റൂമിനകത്ത് നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷം, അതുകൂടാതെ പിന്നെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം, അങ്ങനെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഭാഗ്യം കൂടി ഇരിക്കിയിട്ട് അപ്പോൾ വീണ്ടും ആ ഒരു വൈബിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, പ്രവാസികളായ നിങ്ങളുടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ പ്രവാസികളായ സുഹൃത്തുക്കൾ, നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളൊന്ന് ഷെയർ. ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ടാക്സി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും ക്യാമ്പ് ലൈഫിലോട്ട്, ഫ്ലാറ്റ് ജീവിതം വിട്ട് ക്യാമ്പ് ലൈഫിലോട്ടാണ് വീണ്ടും. അങ്ങനെ ക്യാമ്പിലോട്ട് ഷിഫ്റ്റായി. അങ്ങനെ ക്യാമ്പിലെത്തി. ഇത് ക്യാമ്പിൻ്റെ വ്യൂ ആണ്. ഇനി കുറച്ച് നാൾ ഇതിനകത്ത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ പുതുതായിട്ട് മാറിയിട്ടുള്ള റൂം. ഇതാണ് ബെഡ് സ്പേസ്. ഇതാണ് അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് മുതൽ പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ബാച്ചലർ ലൈഫ്, ക്യാമ്പിനകത്തുള്ള ബെഡ് സ്പേസിലുള്ള താമസം ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. വലിയൊരു ക്യാമ്പാണ്. ഒരുപാട് ആൾക്കാർ പല പല റൂമുകളിൽ നേരിട്ട് തിരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ കുടുംബത്തെയൊക്കെ നാട്ടിൽ വിട്ടിട്ട് എന്താ പറയുക, ജീവിത സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ രണ്ട് തരത്തിലുള്ള ജീവിതം ആസ്വദിക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം. കാരണം കുറേ കാലം ഇപ്പോൾ കുടുംബമായിട്ട് ഫാമിലിയായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ആ രീതിക്കനുസരിച്ച് ഒരു കുടുംബജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ പറ്റി. ഇപ്പോൾ ഇതാ വീണ്ടും ഇത് ഇപ്പോഴല്ല കേട്ടോ, എനിക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ കാലം ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്, കുറേ കാലം ഇങ്ങനെ അതൊരു വലിയൊരു സംഭവമാണ്. ഇങ്ങനെ ഒട്ടും ഇങ്ങനെ കുടുംബത്തോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾ സംസാരിക്കണം, ഇത് പരിചയപ്പെടുന്ന അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇനിയുള്ള കുറച്ച് നാളുകൾ ഇങ്ങനെ ജീവിക്കട്ടെ കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മുടെ പുതിയ വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതിൽ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.